നമസ്കാരം. മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുകളിലേക്കാണ് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രധാന തസ്തികയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടായിരുന്ന അദ്ദേഹം രാജിവെക്കുകയുണ്ടായിരുന്നു. ഇനി വീണ്ടും അതേ സ്ഥാനത്തേക്ക് തന്നെ ഒരു റീ എൻട്രി ഉണ്ടാകുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നുവെങ്കിലും അതിന് ഏകദേശം ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ വരികയാണ്. റീ എൻട്രി ആണോ അതോ മറ്റാരെങ്കിലും അതിലേക്ക് വരുന്നുണ്ടോ എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഉണർവ് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് നേരത്തെ സമരവീഥികളിൽ എത്രത്തോളം അവർ പ്രാധാന്യം പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ, കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ വളരെ ശൂന്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ രാഹുൽ ഷാഫിയുടെ ഒരു കടന്നു വരവോടുകൂടി, പ്രത്യേകിച്ച് രാഹുലിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു കടന്നു വരവോടുകൂടി യൂത്ത് കോൺഗ്രസ് ഒന്ന് ഉണർന്നെഴുന്നേറ്റു. അത് നമ്മൾ നിലമ്പൂരും ഈ പറഞ്ഞതുപോലെയുള്ള നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവരുടെയൊക്കെ റീലുകളിലൂടെ കണ്ടതാണ്. ഒരു വല്ലാത്ത സമരവീര്യം, നിരവധി സമരങ്ങൾ ഇവർക്ക് യൂത്ത് കോൺഗ്രസിന് ചെയ്യാൻ കഴിഞ്ഞു. അതൊരു പക്ഷേ രാഹുലിൻ്റെ ഒക്കെ ഒരു കഴിവ് തന്നെയാണ്, അവരെ ഒന്ന് ഏകീകരിച്ചു കൊണ്ടുവരിക. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ആ ഒരു ശൂന്യത, രാഹുൽ ഇല്ലാത്ത ഒരു യൂത്ത് കോൺഗ്രസ് ഒരു വല്ലാണ്ട് ശൂന്യത അനുഭവിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായത് ന്യൂസ് 8-ലാന്ന് തോന്നുന്നു. ഒരു BJP വക്താവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് വെടിയുതിർക്കുമെന്നുള്ള ഒരു പ്രസ്താവന നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോൺഗ്രസിന്റെ പല പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതിന് മുന്നേ ഉണ്ടായ ഇപ്പം നിയമസഭയുമായി ബന്ധപ്പെട്ട പല അടിയന്തര പ്രമേയങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വെച്ചപ്പോഴും ഈ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ പ്രതിഷേധമൊന്നും നമുക്ക് വലിയ പോരാട്ടമൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അവസാന പോരാട്ടം ഞാൻ കണ്ടു. ഷാഫിയുടെ നേർക്ക് ഇത്തരത്തിലുള്ളൊരു ആരോപണമല്ല, അതിനു മുമ്പേ ഷാഫിയുടെ നേർക്ക് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു വല വീശാൻ എറിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഉണർത്തെഴുന്നേൽപ്പ് നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് തുല്യം ആര് എന്ന് ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ രാഹുലിൻ്റെ കൂടെ നിൽക്കുന്നവർ തന്നെ രാഹുലിൻ്റെ കാല് വാരിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി അതിനകത്ത് തന്നെ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആര് എന്നൊരു ചോദ്യത്തിന് ഒരുപക്ഷെ ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെയാണ്. ഭൂരിപക്ഷം യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ തിരിച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ഇരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഉണർത്തെഴുന്നേൽപ്പ്, അതിൽ പ്രവർത്തകർക്ക് ഒരു പക്ഷേ അറിയാം എന്താണ് എവിടെയാണെന്നുള്ളത്. അതിൻ്റെ ഒരു ശൂന്യത ഇനി അതിന് തുല്യമായിട്ട് ആരെങ്കിലും വരുമോ എന്നുള്ളൊരു കാര്യവും അവിടെ ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞത് രാഹുലിൻ്റെ വിഷയം വന്നപ്പോൾ കൂടുതലും സ്ത്രീ പോരാളികളായിരുന്നു രാഹുലിനെതിരെ തിരിഞ്ഞത്. യൂത്ത് കോൺഗ്രസിലെയും പ്രവർത്തകർ, മഹിളാ കോൺഗ്രസിലെയൊക്കെ പ്രവർത്തകർ രാഹുലിനെതിരെ തിരിയുന്നത് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും കേസ് എടുക്കണം, അല്ലെങ്കിൽ രാഹുലിനെ രാജിവെപ്പിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ അപ്പോഴും ഉരുത്തിരിഞ്ഞൊരു ചോദ്യം, എന്തുകൊണ്ട് ഒരു വനിതാ പ്രവർത്തകയെ അരിതാ ബാബുവിനെ ഉൾപ്പെടെ എന്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നൂടാ? കാരണം ഇപ്പോൾ ഒരു പുരുഷൻ വന്നപ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന് എന്തുകൊണ്ട്, ഞാൻ മൊത്തത്തെ ഒരു കോൺഗ്രസിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ CPM-നേക്കാളും കുറച്ചുകൂടി സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കോൺഗ്രസ് ഇപ്പോഴും നൽകാറുണ്ട്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനത്തേക്ക്, അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് ഒരു സ്ത്രീയെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നൂടാ എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ അരിതാ ബാബുവിൻ്റെ പേരാണ് കൂടുതലും വന്നത്. കാരണം നമുക്കറിയാം അരിതാ ബാബുവിൻ്റെ പാൽക്കാരി എന്ന് വിളിച്ച് ആക്ഷേപിച്ച അന്ന് മുതൽ ഒരുപക്ഷെ അരിതാ ബാബുവിനെ കേരളം മൊത്തം അറിയാൻ ഞാൻ പാൽക്കാരി തന്നെയാണ്. ഇപ്പോഴും അവർ അത്തരത്തിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിതം ഒരു ഭാഗത്ത് നിന്ന് കൊണ്ടുപോകുന്നു, മറുഭാഗത്ത് വലിയൊരു പ്രവർത്തക കൂടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകയാണ്. പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിൽ അരിതാ ബാബുവിൻ്റെ പേര് ഇപ്പോൾ പുറകോട്ട് പിൻവലിക്കുന്നു. ഒരു പക്ഷേ ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്തൊരു സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടായിരിക്കാം അരിതാ ബാബുവിനെ മാറ്റി നിർത്തിയത്. പിന്നീട് അവരൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ മറ്റാരെയും കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ അബിൻ വർക്കി ഇത്തരത്തിൽ അധ്യക്ഷനാക്കണം എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ ഒരു പക്ഷേ
ഇത്തരത്തിൽ രാഹുലിനെതിരെ തിരിഞ്ഞത് അബിൻ വർക്കിയുടെ ചില പോരാട്ടങ്ങളാണ്, ചില കള്ളങ്ങളാണ് എന്നുള്ള തരത്തിലൊക്കെ അതിനിടയ്ക്ക് പരാമർശങ്ങൾ വരുന്നു. പക്ഷെ അബിൻ വർക്കി അതൊക്കെ നിഷേധിക്കുന്നു. രാഹുൽ രാജിവെച്ചതിന് 2 മണിക്കൂറിന് മുമ്പ് ഉള്ളിൽ തന്നെ അടുത്തത് അബിൻ വർക്കി ആണെന്നുള്ള ഒരു വിലയിരുത്തൽ വന്നു. പക്ഷെ അബിൻ വർക്കിയെ ഈ ഒരു അബിൻ വർക്കി നല്ലൊരു നേതാവാണ്. ഒരു പക്ഷേ രാഹുൽ കഴിഞ്ഞാൽ അടുത്തത് ചൂസ് ചെയ്യാൻ പറ്റുന്ന, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നേതാവ് അബിൻ വർക്കി തന്നെയാണ്. പക്ഷെ അതിലൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ KSU, UDF ഇങ്ങനെയുള്ള ചില സ്ഥാനങ്ങൾ കോൺഗ്രസിലെ തന്നെ എടുത്ത കൂടുതലും ക്രിസ്ത്യൻ പരിഗണന കൂടുതലായിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉരുത്തിരിയുന്നുണ്ട്. അപ്പോൾ എല്ലാം ക്രിസ്ത്യൻ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേന് ആ ഒരു മതവിഭാഗത്തിലേക്ക് വോട്ടുകളുടെ സാധ്യത കൂടും. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പുകൾ വരുന്നത് കൊണ്ടും മറ്റുള്ള സമുദായങ്ങളിൽ നിന്നു കൂടി ആൾക്കാരെ എടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു പക്ഷേ അത് ഈ പറയുന്ന മതം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. അതുകൊണ്ടാണല്ലോ NSSന്റെയും SNDPയുടെ ആൾക്കാരുടെ പുറകെ ഇങ്ങനെ ഓരോ പ്രതിനിധികളുടെയും പുറകെ ഓരോ പാർട്ടികളും നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് അബിൻ വർക്കിയെ അത്തരത്തിൽ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷെ അബിൻ വർക്കി ഇന്നലെ മെനിങ്ങാന്ന് ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു അധ്യക്ഷ സ്ഥാനമൊന്നും മോഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചാരണം തെറ്റാണോ എന്നുള്ളത്. അബിൻ വർക്കി വിഭാഗമുണ്ട്, ഇപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഓരോ ആരാധനകൾ. അപ്പോൾ അബിൻ വർക്കിയോട് ഇഷ്ടമുള്ള കുറേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അബിൻ വർക്കിക്ക് വേണ്ടി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഘോരഘോരമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പരിഗണിച്ചിരിക്കുന്നത് ബിനു ചുള്ളിയിലാണ്. ഒരു പക്ഷേ ബിനു ചുള്ളിയിലായിരിക്കും ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത. കാരണം ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടം ഒരു A ഗ്രൂപ്പ് ഇതിൽ നിന്ന് വന്നതാണ്. അപ്പം നമുക്കറിയാം ഇപ്പോൾ പല ഗ്രൂപ്പുകളാണ് കോൺഗ്രസ്സിന്. VD സതീശൻ്റെ ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, അപ്പം ഇങ്ങനെയുള്ള ചാണ്ടി ഉമ്മൻ, യൂത്ത് മുസ്ലിം ലീഗ്, അപ്പം ഇങ്ങനെ പല ഗ്രൂപ്പുകൾ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് കൊണ്ട് പ്രാധാന്യം ആർക്ക് എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഷാഫി രാഹുൽ സതീശൻ്റെ മക്കളെന്ന് സതീശൻ പറഞ്ഞുകൊണ്ട് നടന്നതിൻ്റെ ഇടയ്ക്കാണ് ഒന്ന് ചാടിപ്പോയത്. KC വേണുഗോപാൽ പക്ഷത്തോട്ട് പോയതാണ്. സതീശന് കുറച്ചൊരു അപ്പം ഷാഫി റിപ്പീറ്റ് ഷാഫി രാഹുൽ ഒക്കെ സതീശൻ്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അവിടുന്ന് ചാടി KC വേണുഗോപാൽ പക്ഷത്ത് പോയി എന്നും അതിൻ്റെ ഒരു നീരസമാണ് സതീശൻ കാണിച്ചതെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനിടയ്ക്ക് രമേശ് ചെന്നിത്തല സതീശനിട്ട് എന്ത് പ്രയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് രാഹുൽ വിഷയം കിട്ടുന്നത്. ചെന്നിത്തല ചാടി ആദ്യം കയറുന്നു, മണിക്കൂറുകൾക്കകം അലക്കുന്നു. VD സതീശൻ അതിൻ്റെ പുറമെ ഓവർടേക്ക് ചെയ്ത് സിക്സർ അടിക്കുന്നു. മൊത്തത്തിൽ ആര് ജയിക്കുമെന്നുള്ള രീതി നിൽക്കുമ്പോഴാണ് ജനം രാഹുലിനെ ജയിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന്. ഇപ്പം മൊത്തത്തിൽ അടിപതറി കിടക്കുന്ന ഒരവസ്ഥ. അപ്പം എത്രയും വേഗം ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ആവശ്യം. കാരണം അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് വരുന്ന സൂചനകൾ. അപ്പോൾ ഇനിയും കോൺഗ്രസിന് ഇപ്പം നവംബർ ആദ്യമൊക്കെ ആകുമ്പോഴത്തേന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും. ഈ അടിത്തട്ട് പ്രവർത്തനങ്ങൾ ഒന്നാമതേ കോൺഗ്രസ് വളരെ അതിൽ എന്താ പറയുന്നത് വലിയ രീതിയിൽ പ്രവർത്തനം നടത്തുന്നില്ല. അതിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന CPM DYFI പ്രവർത്തകരാണ്. അപ്പോൾ ഇനിയെങ്കിലും അത് പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ തന്നെ ഇന്നായിരിക്കും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. ഒരുപക്ഷെ സൂചനകൾ വരുന്ന ബിനു ചുള്ളിയിലാണ്. ബിനു ചുള്ളിയലിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് ഇനി എത്രമാത്രം ഉണ്ട്, പക്ഷേ രാഹുലിനോടൊപ്പം എത്തുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം ബിനു ചുള്ളിയൽ ഒരു അധ്യക്ഷ സ്ഥാനം ബിനുവിന് നൽകുമ്പോൾ ഒരുപക്ഷെ രാഹുലിനോടൊപ്പം അല്ലെങ്കിൽ രാഹുലിനേക്കാളും എന്തെങ്കിലുമൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം അപ്പം ചോദിക്കുക എന്താണ് യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നത്? യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സാധ്യതയാണ് വരുന്നത്. DYFI, യൂത്ത് കോൺഗ്രസ്, SFI, KSU ഇവരുടെ എന്ന് വെച്ചാൽ യൂത്തിനെ കുറച്ചുകൂടി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ കുറച്ചുകൂടി ആകർഷിക്കാനും അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങളുടെ പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ തങ്ങൾ ഇനി എന്തൊക്കെയാണ് നാടിന് വേണ്ടി ചെയ്യുന്ന നന്മകൾ അല്ലെങ്കിൽ ഈ ഭരണപക്ഷത്തിരിക്കുന്നവർ ചെയ്തിട്ടുള്ള കോട്ടങ്ങൾ ഇതൊക്കെ ഒരു പക്ഷേ കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി യുവാക്കളുടെ ഇടയിൽ ഒരു ഹരം കൊള്ളിച്ചുകൊണ്ട് അല്ലെ അവരുടെ വോട്ട് തക്കുന്ന ഒരു 2 സംഘടനകളാണ് ഈ പറയുന്നോണം DYFI, SFI, യൂത്ത് കോൺഗ്രസ്. എനിക്ക് തോന്നുന്നു അതിലൊരു പരിധിവരെ ബിനു ചുള്ളിയലിന് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കും അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി അതെ തീർച്ചയായിട്ടും കുറച്ചുകൂടി പ്രവർത്തനം പണ്ട് മുതലേ തുടങ്ങിയിട്ടുണ്ട്, ബേസ് തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും അദ്ദേഹം ഉയർന്നു വരികയാണെങ്കിൽ പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ യുവാക്കളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു മാറ്റം എപ്പോഴും നല്ലതല്ലേ. ബിനു ചുള്ളി ഈ പറഞ്ഞതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും വാക്പോരുകളൊന്നും ഉതിർക്കാൻ പറ്റിയില്ലെങ്കിൽ ബിനു ചുള്ളി അത്യാവശ്യം നല്ല പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ എന്തിനേയും നന്നായിട്ട് പ്രതിരോധിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഷാഫിയോടൊപ്പം ഒക്കെ ഉള്ള അവരുടെ പ്രവർത്തന രീതി ഒരുപക്ഷെ തലമുറകൾ ഈ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഉള്ള ഞാൻ ഒരു നല്ല ഒരു കാര്യം കണ്ടതെന്ന് പറയുന്നത് കുറെ യുവ നേതാക്കളെ അവർ കൈപിടിച്ച് കയറ്റി. ഇപ്പൊ വി ഡി സതീശൻ ആ ഒരു കാര്യത്തിൽ വി ഡി സതീശൻ നമ്മൾക്ക് ഒരു ഹാൻഡ്സ് ഓഫ് കൊടുക്കാം. കാരണം വി ഡി സതീശന്റെ ഒരു ഇതുകൊണ്ട് ഷാഫി, രാഹുൽ അല്ലെങ്കിൽ അബിൻ വർക്കി, പിന്നെ ഈ പറഞ്ഞോണം വിഷ്ണുനാഥ്, പിന്നെ അങ്ങനെ കുറെ യുവ നേതാക്കളെ ഒരുപക്ഷെ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ അവരുടെ ഒരു ഫെയിം ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഒരു ഫേസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, CPM-ലോ BJP-ലോ ഏതെങ്കിലും KSU പ്രവർത്തകനെയോ ഈ ABVP-യോ SFI DYFI പ്രവർത്തകരെയൊന്നും അധികം ആൾക്കാർക്ക് അറിയില്ല. കാരണം അവർക്ക് അത്രത്തോളം ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഇല്ല. പക്ഷെ ഇന്ന് രാഹുലിനെയും എബിൻ വർക്കിയെയും ഈ പറഞ്ഞോണം ബിനു ചുള്ളിയലിനെയും വിഷ്ണുനാഥിനെയും ഒക്കെ അറിയാത്തൊരു ചുരുക്കമാണ്. എല്ലാവർക്കും അറിയാം. അവർ ഇനി ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലും ഒരു പക്ഷേ കോൺഗ്രസിന് നല്ലൊരു ഫേസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഫേസ് ആക്കുന്നതിൽ K സുധാകരനും ഒരു പങ്കുണ്ട്. ഉണ്ട്. അല്ലേ, പലപ്പോഴും സുധാകരനെ പലരും വിമർശിക്കാറുണ്ട്. മൂപ്പ് പിടിച്ചിരുന്നാലും അധികാരമോഹത്തിൽ നിന്ന് മാറത്തില്ല. പക്ഷെ ഇവരൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും കൂടുതൽ തലമുറകളെ കൈപിടിച്ച് കയറ്റാറുണ്ട്. അത് പണ്ടേ ഉള്ള ശീലമാണ്. നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ഒരു കാലഘട്ടം, ഉമ്മൻചാണ്ടി, AK ആന്റണിയൊക്കെ ഒരു കാലഘട്ടം, അതിന് മുന്നേ ഉള്ള നേതാക്കൾ, കരുണാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൈപിടിച്ച് കയറ്റുക. അത് നമ്മളെപ്പോഴും കോൺഗ്രസിൽ കാണുന്ന ഒരു കാര്യമാണ്. കാരണം അതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. ഇത് ഗുണങ്ങളുണ്ട് ദോഷങ്ങളും ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എപ്പോഴും യുവാക്കൾക്ക് എപ്പോഴും ഒരു സ്ഥാനം കൊടുക്കാറുണ്ട് കോൺഗ്രസ്. എന്തിനും പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് അവർക്ക്, എന്തും പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം. അത് മറ്റൊരു കേഡർ പാർട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കും. BJP-ലോ CPM-ൽ ആരുണ്ട് യുവ നേതാക്കൾ? രാജേഷ്. ആരെയാണ് നമ്മൾ എടുക്കുന്നത്? വീണ ജോർജിനെയോ അല്ലെങ്കിൽ മേയർ, നമ്മുടെ കുഞ്ഞു മേയർ കുട്ടിയോ? ആരെയാണ് എടുക്കേണ്ടത്? ഒരു ചിന്താ ജെറോമുണ്ട്, വാ തുറക്കല്ലേ എന്നാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സമൂഹ മധ്യേ കൊണ്ടുവരാനോ ഒന്നും ഒരാളില്ല CPM-ൽ. BJP-ലാണെങ്കിൽ നമുക്കൊന്നുമില്ല പറയാൻ, ഒരാളെ പോലും എടുത്ത് പറയാനില്ല. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല. അത് ഒരു പക്ഷേ ജനം അത് കുറേയൊക്കെ യുവ നേതാക്കന്മാരെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ വിചാരിക്കും എന്താണ് യൂത്ത് കോൺഗ്രസ്? ശരിക്കും പറഞ്ഞാൽ മറ്റേ SFI DYFI കാട്ടിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ഇപ്പോൾ സമൂഹ മധ്യേ ഇങ്ങനെ രാഹുലിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തകട്ടി നിൽക്കുകയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതി നേരത്തെയൊക്കെ കുറച്ചുകൂടെ ബലപ്പെട്ടിരുന്നു. പക്ഷേ ഇടകാലങ്ങളിൽ അവർ ശോഷിച്ചിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലമൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി ശോഷിച്ചു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവായി വരുന്നതാണ്. അപ്പോൾ ഈ ആക്റ്റീവായി വരുന്ന സമയത്താണ് രാഹുലിൻ്റെ വിഷയം വന്നത്. അപ്പോൾ ഇനി ഒരു പക്ഷേ ബിനുവിൻ്റെ കൈകളിലാണ് യൂത്ത് കോൺഗ്രസ്. അത് ഇനി തെരഞ്ഞെടുപ്പിനെ എത്രമാത്രം ബിനു ചുള്ളിയിൽ സ്വാധീനിക്കും, എത്രമാത്രം പ്രവർത്തനങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ ഒരു പക്ഷേ വരുന്ന അധ്യക്ഷൻ്റെ തലയിലുണ്ട്. ഒരു പക്ഷേ വന്ന് കയറുന്ന വലതുകാല് വെച്ച് കയറുമ്പം തന്നെ ഒരു വലിയ ചുമടാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. നിരവധി പ്രവർത്തനത്തെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഹുലിന്റെ വിഷയം തന്നെ നിൽക്കും. ഈ പറയുന്ന പോലെ സ്ത്രീകളോടുള്ള പെരുമാറ്റ രീതി ഉൾപ്പെടെ ബിനു ചുള്ളിയിലാലെ അമ്പീൻ വർക്കിയാണ്, അവരൊക്കെ ഇനി ശ്രദ്ധിച്ചോളൂ. ഈ പറഞ്ഞോണെ സ്ത്രീകളോടുള്ള പെരുമാറ്റം. ഒരു പക്ഷേ ഇനി പുതിയൊരു അധ്യക്ഷൻ വരുമ്പോഴത്തേനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ട്രോളുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഏതെങ്കിലും സ്ത്രീകൾ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഒരു പക്ഷേ അത് വെച്ച് അടുത്ത അധ്യക്ഷൻ ഇങ്ങനെയൊക്കെ വരും. കാരണം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ എതിർപ്പുകളും ഗിമിക്കുകളും നടക്കുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ പരാതിക്കാരികളും ഒക്കെ തന്നെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയായിട്ട് വരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ. തീർച്ചയായിട്ടും. അപ്പം ബിനു ചുള്ളിയിലൊക്കെ ചിലപ്പം പേടിയാണ്. ഒരു പക്ഷെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും പേടിയാണ്, യൂത്ത് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വരും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ബാക്കരം കാണും. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഷാഫി അല്ലെങ്കിൽ രാഹുലാണ്. അപ്പോൾ രാഹുൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോൺഗ്രസിൽ തന്നെ തുടരും, ഞാൻ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത്. ഇപ്പം അദ്ദേഹം ഒരു മൗനമായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ യൂത്ത് അല്ലല്ലോ അദ്ദേഹം പക്വതയുള്ള ഒരു മനുഷ്യനെത്തില്ല, യൂത്തിൻ്റെ ആവശ്യമില്ല. ഇനി അദ്ദേഹം നേരെ UDF അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാന ഒരു സ്ഥാനത്തേക്കായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുവടുവെപ്പ്. ഇപ്പോൾ ഏകദേശം കേസൊക്കെ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ. ക്രൈംബ്രാഞ്ച് എവിടെങ്ങാണോ ഉണ്ടോ അല്ല, പരാതിക്കാരി വല്ലതുണ്ടോ തപ്പിയത്? ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമുക്ക് കബഡി നിർത്തണം. ക്രൈംബ്രാഞ്ച് ഏത് അവസ്ഥയിൽ ഇനി ബാംഗ്ലൂർ എങ്ങാണോ ആണോ, എവിടെ ഇനി പരാതിക്കാരിയുടെ വീട്ടിൽ കൈയും കാലും പിടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്താണെന്നുള്ള അറിയില്ല. ആ കേസ് എങ്ങനെയൊക്കെയോ തേഞ്ഞു
പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മളായിട്ട് ഇനി അത് കുത്തിപ്പൊക്കണ്ട. പാവം രാഹുൽ ഇപ്പോൾ ഒന്ന് ആശ്വസിച്ച് വീട്ടിലിരിക്കുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ യൂത്ത് കോൺഗ്രസിനോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിൻ്റെ പിന്നാമ്പുറത്ത് തന്നെ സാധാ ഒരു നേതാവായിട്ടെങ്കിലും രാഹുലിനെ നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റും. അങ്ങനെ ഇങ്ങനെയൊന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. പാലക്കാട്ടുകാരുടെ സ്വന്തമല്ലേ ഇപ്പോൾ MLA അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് വീണ്ടും പാലക്കാട് തന്നെ മത്സരിക്കണം, ഒരു MLA എന്നുള്ള രീതിയിൽ. അല്ലെ ഒരുപക്ഷെ ഒരു മന്ത്രി പദവി ലെവലിൽ എത്തിയില്ലെങ്കിലും അത്രയും മെച്യൂരിറ്റി വന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും MLA അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാന സ്ഥാനത്തേക്ക് രാഹുലിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങൾ വേറിട്ടേക്കുന്ന ഷാഫി രാഹുലൊക്കെ അത് നമ്മളിപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിൽ ഈ ഇത്രയും ഒരു വിവാദമുണ്ടായപ്പോൾ രാഹുൽ കാണിച്ച പക്വത ഒരു പക്ഷെ മറ്റേതെങ്കിലും നേതാക്കന്മാർക്കാണ്, മുകേഷ് പോലും ഈ ഒരു കാര്യത്തിൽ, കടകംപള്ളി പോലും ഈ ഒരു കാര്യത്തിൽ ഫ്ലോപ്പ് ആവുകയാണ് ചെയ്തത്. പക്ഷെ അതിന് പലരും പറയുന്നത് ഈ പക്വത നേരത്തെ കാണിച്ചതെങ്കിൽ നേരത്തെ കാണിച്ചത് ഈ പ്രശ്നങ്ങളുണ്ട്. അല്ല, ഞാൻ ഇതൊരു ഉദാഹരണം പറയാൻ കാരണം രാഹുലിൻ്റെ ഒരു തന്ത്രം എങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ള തന്ത്രം അത് പല ഡിബേറ്റും രാഹുലിൻ്റെ നോക്കിയാൽ നമുക്ക് കാണാം. ഒരു കാര്യത്തെ എങ്ങനെ വളച്ചൊടിച്ച് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാൻ രാഹുലിന് നല്ല കഴിവാണ്. ചില ഡിബേറ്റുകളിലൊക്കെ രാഹുൽ കറക്റ്റ് ഇട്ട് നമ്മളൊട്ടും ചിന്തിക്കാത്ത പോയിന്റുകൾ എടുത്തിട്ട് അലക്കുന്നതാണ്. ഒരുപക്ഷെ പഴയ കാര്യങ്ങൾ വെച്ച് കോട്ട് ചെയ്താണ് രാഹുൽ പോയിന്റ് എടുക്കണം. അതായത് ഈ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന ആരുടെയും വായടപ്പിക്കുന്ന തരത്തിൽ. ഒരുപക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ രാഹുൽ നന്നായിട്ട് പയറ്റി തെളിഞ്ഞു വന്നതാണ്. പെട്ടെന്ന് വന്ന ഒരു നേതാവല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നല്ലൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞോണം കൈകാര്യം ചെയ്യാൻ നേതൃത്വ പാഠവും ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും വരണം, അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും പുതിയ അധ്യക്ഷൻ വരുമ്പം ബിനു ചുള്ളിയിലും ഒട്ടും മോശമൊന്നുമല്ല. എന്തായാലും ഇന്നിപ്പോൾ അധ്യക്ഷനെ തീരുമാനിക്കും. കാരണം നിരവധി കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ പ്രതിഷേധമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ അധ്യക്ഷന് തീരുമാനിക്കും. ബിനു ചുള്ളിയിലാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചന. എബിൻ വർക്കിയെ ഇപ്പോൾ തൽക്കാലം കൊണ്ടുവരാൻ സാധ്യമല്ല എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഒപ്പം ഹരിത ബാബുവിൻ്റെ ഒരു പേരും അവിടെ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ബിനു ചുള്ളിയിലിനാണ് കുറച്ചുകൂടി പ്രാധാന്യം. ഇനി ഇതൊന്നുമല്ല, മറ്റെന്തെങ്കിലും സസ്പെൻസ് കോൺഗ്രസ് കാത്തുവെച്ചിട്ടുണ്ടോ എന്ന് കൂടി നമുക്ക് കണ്ടറിയാം. എന്തായാലും അടുത്ത ചർച്ചയിൽ കാണാം. നമസ്കാരം.